ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതേണ്ട മാസമാണ് റമദാൻ. ഖുർആൻ ഓതേണ്ട മാസമാ ഈ പരിശുദ്ധമായ റമദാനിൽ. പടച്ചവരെ, ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കാത്തവന് വല്ലാത്ത നഷ്ടവാളിയാ. ഖുർആനിന്റെ വാർഷികമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ഈ പരിശുദ്ധമായ റമദാനിൽ പെങ്ങളെ നിനക്ക് സമയമില്ലേ മോളെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് ഓതാൻ പടച്ചവനെ ഒരു ദിവസം ഒരു ജുസ് ഓതിയാ പോരെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തായാലും പടച്ചവനെ ഒരു ദിവസത്തില് പെങ്ങളെ നീ ഒരുമിച്ച് ഓതാൻ ഞാൻ പറയുന്നില്ല. സഹോദരാ, നിനക്ക് വല്ലാത്ത തിരക്കാട്, തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ, സമയമില്ലാത്ത മനുഷ്യനാണല്ലോ. പടച്ചവനെ 12 പേജെന്നാ 12 പേജുണ്ട് ഒരു ജുസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 5 വഖത്ത് നമസ്കരിക്കുന്നുണ്ടല്ലോ. 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് റഹ്മാനായ റബ്ബേ, നിന്നെ കൊണ്ട് പറ്റുന്നത് 1 പേജാണോ 2 പേജാണോ? നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഒരു 5 മിനിറ്റ് ഇരുന്നാ പോരെ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ജുസ് 15 മിനിറ്റ് മതികളാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, കൂടി പോയാൽ തപ്പിപ്പറക്കി ഓതുന്നവനാണെങ്കിൽ 20 മിനിറ്റ്, അതിൽ കൂടുതൽ എന്തായാലും വേണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ഒരു 2 പേജ് വെച്ച് 2.5 പേജ് വെച്ച് നിനക്കൊന്ന് ഓതാൻ പറ്റിയാ? അല്ലാഹുവേ, ഒരു ദിവസം നിനക്കൊരു ജുസ് ഓതാമല്ലോ. 30 ദിവസം കൊണ്ട് ഒരു ഖത്ം ഓതാമല്ലോ. എന്ത് വലിയ ഭാഗ്യവാനെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതാ ഭാഗ്യം കിട്ടണമെങ്കിൽ പെങ്ങളെ അത് വല്ലാത്ത ഒരു ഭാഗ്യവാമോളെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റമദാൻ മാസമാണ്, ഖുർആൻ അധികമായിട്ട് പാരായണം ചെയ്യേണ്ട മാസമാണ്. ഓതുന്നതിന് വല്ലാത്ത പ്രതിഫലമാണോ? എന്തെല്ലാം പ്രതിഫലം പടച്ചവനെ ഓതാൻ അറിയില്ലേ വാപ്പാ? ഒരക്ഷരത്തിന് 10 നന്മയില്ലേ? അലിഫ് ലാം മീം. ഏതെങ്കിലും ഒരു മനുഷ്യനതാ അലിഫ് ലാം മീം പടച്ചവനെ 3 അക്ഷരമാണ്. അലിഫ് ലാം മീം 30 പ്രതിഫലം. പെങ്ങള്, ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്. അപ്പൊ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 6600 പരം വരുന്ന ആയത്തുകള് പെങ്ങളെ ഓതുമ്പോൾ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഓതാനറിയില്ലേ? ഓതാനറിയില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് നോക്കാൻ നിനക്ക് കഴിയുമോ? ഒന്ന് ഖുർആൻ തുറന്നു വെച്ചിട്ട് നിനക്കൊന്ന് നോക്കാൻ കഴിയുമോ? ഖുർആൻ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പടച്ചവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമത്രയും ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലേ? അത്രയ്ക്കും പ്രതിഫലമുള്ള പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനാണ് പടച്ചവനെ, ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആൻ ഓതുന്നത് നല്ലതാണ്, ഖുർആൻ ഓതുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധം വേണേയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഓതുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്, ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. അതോടുകൂടി വേണം ഇരുന്ന് പാരായണം ചെയ്യാൻ. ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്, ഓതുന്നതിന്റെ ഇടയിൽ ചിരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിരിച്ചാൽ നാളെ പട്ടിയുടെ കോലത്തിൽ പരലോകത്ത് വരുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖുർആൻ അതിനെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക, ആ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. 2-3 ദിവസം കഴിഞ്ഞു പോയത് പോകട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ആ ഖുർആൻ ഒന്ന് ചേർത്ത് പിടിക്ക്. ഓതാൻ പറ്റുന്നവർ ഓതാൻ അറിയാത്തവർ ഖുർആനിൽ നോക്കിയിരിക്ക്. അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യും. 12 പേജുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞു, ഒരു 2 പേജോ 2.5 പേജോ ഓത്. ളുഹർ നമസ്കാരം കഴിഞ്ഞു, ഒരു 2-3 പേജ് നീ ഓത്. ഇങ്ങനെ 5 വഖത്ത് നമസ്കാരം. ഇനി ഏതെങ്കിലും ഒരു വഖത്തിൽ മഗ്രിബ് ഭക്ഷണം കഴിച്ചു നോമ്പ് തുറച്ചു സമയം കിട്ടിയില്ല സഹോദര, അതുകൂടെ വേറെ ഏതെങ്കിലും ഒരു വഖത്തിൽ ഒരു ദിവസം ഒരു ജുസ് വെച്ച് ഓതിയാൽ തന്നെ അൽഹംദുലില്ലാ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം ഓതി തീർക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുത്താൽ നാളെ ഖുർആൻ കൊണ്ടുപോകും നമ്മുടെ സ്വർഗത്തിൽ. അതാണ് ഈ ഉസ്താദന്മാരൊക്കെ. എന്തിനു വേണ്ടിയാണ് ഈ മുത്തഅല്ലിമീങ്ങൾ 300ഓളം വരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു, എല്ലാവരും അവരെ സഹായിക്കുന്നു. ഖുർആനുമായിട്ടൊരു ബന്ധം. എവിടെ നോക്കിയാലും വഅദ്, ഞങ്ങളുടെയൊക്കെ വഅദ് കേൾക്കുന്നവർക്കറിയാം, എപ്പോഴും പറയുന്നത് ഖുർആൻ തന്നെയാണ്. ഖുർആനിനോട് വല്ലാത്തൊരു സ്നേഹമാണ്. അള്ളാഹു നമ്മളെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. ഞാൻ എപ്പോഴും ഖുർആനിനെ കുറിച്ച്, എനിക്ക് ഖുർആൻ, ഞാൻ എല്ലാ വർഷവും ഹോളി ഖുർആൻ അവാർഡ് നടത്താറുണ്ട്. 3 വർഷമായി എന്റെ മരിച്ചുപോയ വാപ്പായ്ക്ക് വേണ്ടി എന്റെ ഉപ്പാടെ പേരിൽ ഞാൻ ഖുർആൻ ഹിഫ്ദുൽ ഖുർആൻ പാരായണ മത്സരം നടത്തും. 1.25 ലക്ഷം രൂപയാണ് ഒന്നാമത്തെ പ്രൈസ്. ഞാൻ 1.25 ലക്ഷം രൂപ കൊടുക്കും. ഏകദേശം 8 ലക്ഷം രൂപയോളം ചെലവാണ്. കഴിഞ്ഞ വർഷം പെൺകുട്ടികളെയും ഞാൻ അള്ളാന്റെ ഖുർആൻ പഠിച്ച ഹാഫിളത്തായ പെൺകുട്ടികൾക്ക് മത്സരം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ഇത് 4ാമത്തെ വർഷമാണ്. അൽഹംദുലില്ലാ ഈ വരുന്ന മെയ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഹിഫ്ദുൽ ഖുർആൻ പാരായണ മത്സരം നടത്തണം. അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്തിനാ ഇങ്ങനെ ലക്ഷങ്ങൾ കളയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനോടുള്ള മഹബത്ത്, ഖുർആനിനോടുള്ള സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം ആ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നറിയാം. അള്ളാഹു ഖുർആനിനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, എന്റെ മോനെ ഹാഫിളാക്കണം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹത. എനിക്ക് അള്ളാഹു 3 ആൺമക്കളെ തന്നു. 3 പേരെയും അള്ളാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരാമീൻ പറയടോ. അള്ളാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ഹാഫിളാകാൻ കഴിയില്ലടോ. ഇരിക്കണത് എത്ര ഹാഫിളീങ്ങളുണ്ട്? ഹാഫിളായ ആരെങ്കിലും ഉണ്ടെന്ന് കൈവരിക്കപ്പ. ഇത്ര ആണുങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്ക. ഹാഫിളായ ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കടോ. കൈവക്കിയതമ്മ അവിടെ പുറകിൽ ആരോ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ട് ഹാഫിളത്തായ? ഇവ 1000 പേര് ഇപ്പോൾ ഏറ്റവും കൂടുതൽ 800 പേരുണ്ട്. ഈ 800 പേരിൽ അള്ളാഹ് ആകെ തെരഞ്ഞെടുത്തത് 2 എണ്ണത്തിനെയാണ്. ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് മുഴുവനും പഠിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് 2 പേരെ. ഇതാ ഖുർആൻ. ഇതാ ഞാൻ പറഞ്ഞേ, അത് വല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാ. എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും അത് പറ്റില്ലടോ. എടോ, ഖുർആൻ ഓതുന്ന ചില വാപ്പമാരുണ്ട്, മലയാളം മനോരമ വായിക്കണ പോലെ ഇങ്ങനെ തപ്പി വായിക്കും. അവർക്ക് ഓതാൻ അറിയില്ല, എന്നാൽ ഇങ്ങനെ തപ്പി വായിക്കും. ആ വായിക്കുന്ന മനുഷ്യൻ പോലും സ്വർഗത്തിലാടോ. അല്ലാഹു തരുമാറാകട്ടെ. ആ ഖുർആൻ ഇങ്ങനെ തപ്പി ഇങ്ങനെ വായിക്കണം. ആ വാപ്പ പോലും സ്വർഗത്തിലാ. അപ്പൊ ഖുർആൻ മുഴുവനും പഠിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. ഞാൻ എന്റെ മോനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണ്? എന്റെ മോനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? അമ്മാരുടെ ആഗ്രഹം വല്ലാത്ത ആഗ്രഹം. അവന്റെ ഒന്നാമത്തവന്റെ ആഗ്രഹം അവന് പോലീസുകാരനാകണം. വല്ലാത്ത പറച്ചിലായിപ്പോയി. മൂത്ത മോന്റെ ആഗ്രഹം അവന് പോലീസുകാരനാവണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം വാപ്പ എനിക്ക് പൈലറ്റ് ആകണമെന്ന്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തവനോട് ഞാൻ ചോദിക്കാൻ നിന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാലും അവന്റെ ആഗ്രഹം പറഞ്ഞപ്പോ നീ പോലീസുകാരനാകണ്ടെന്നോ പൈലറ്റ് ആകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നീ ആര് വേണമെങ്കിലും അയക്കും മോനെ, പക്ഷെ വാപ്പായ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, നീ സാധിപ്പിച്ചു തരണം. നീ ഖുർആൻ മുഴുവനും പഠിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും നീ പഠിച്ചിട്ട് നീ ആര് വേണമെങ്കിലും അയക്കും, എനിക്ക് വിരോധമില്ല, പക്ഷെ ഹാഫിളായേ പറ്റൂ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഇവിടെ അതൊരു ഇല്ലാത്ത എന്റെ പ്രസംഗം ലൈവ് ചെയ്യാൻ വരുന്നൊരു ചങ്ങാതിയുണ്ട്, റാഫി. ഓനിവിടെ കണ്ട് നിൽക്കുന്നുണ്ട്. എന്റെ വാഴ ലൈവ് ചെയ്യാൻ വരുന്ന പയ്യനാ. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അവന്റെ മകൻ 13 വയസ്സേ ഉള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. നമ്മളൊക്കെ പണ്ട് ചരിത്രം പറയുമ്പോ ഇമാം ഷാഫി റളിയല്ലാഹു തആല ഒരു രാത്രി കൊണ്ട് ഖത്തം തീർത്തു എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുമ്പോ പറയാറുണ്ട്, ഒരു രാത്രി കൊണ്ട്
ഇമാം ഷാഫി തങ്ങള് ഒരു രാത്രി കൊണ്ട് ഖത്തം തീർത്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് തെള്ളിയതാണ് അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാ റാഫി എന്ന് പറയുന്ന പയ്യന്റെ 11-12 വയസ്സം കണ്ട പയ്യന് ഓൻ അന്ന് ഹാഫിദാവ. ഞാനന്ന് ആ പൊന്നുമോനെ ആദരിക്കുന്ന മജ്‌ലിസിൽ പോയി. കണ്ണവത്ത് വെളുപ്പത്ത് മക്കാമെന്ന് പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 20 മണിക്കൂർ കൊണ്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി. ആ ചെറിയ പയ്യൻ 20 മണിക്കൂർ കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെ ഉസ്താദ് ഓതി കേൾപ്പിച്ച് 20 മണിക്കൂർ ഒറ്റ ഇരുത്തം. ഒന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു പൊന്നുമോനെ ആ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ടാൽ അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞ് ദുആ ചെയ്യാം. ഖുർആനുമായിട്ട് ബന്ധമുണ്ടാക്കിയെടുത്താൽ അള്ളാഹു ദുനിയാവിൽ തരുന്ന ഒരു പ്രതിഫലം പറയാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ദുനിയാവിൽ തരുന്ന പ്രതിഫലം എന്താ? എടോ, ഈ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി സ്വന്തം മകൻ മുമ്പിൽ വന്നാലും അറിയില്ല ഇത് മകനാണ്. ആരാന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആരാ? സ്വന്തം മകൻ മുമ്പിൽ വന്നാൽ അറിയില്ല, സ്വന്തം മകള് വന്നാൽ അറിയില്ല, ഉമ്മ വന്നാൽ അറിയില്ല, വാപ്പ വന്നാൽ അറിയില്ല. അറുതുലിലും എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, ഇതാരാ? സ്വന്തം മകൻ ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മ എന്നെ അറിയുമോ? പിന്നെടാ, നീ എന്റെ മോനല്ലേടാ, എന്റെ കൂടപ്പിറപ്പിന്റെ മോനല്ലേ, എന്റെ സഹോദരിയുടെ മോനല്ലേ, നീ എന്റെ കുടുംബത്തിലെയല്ലേ? ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ ബുദ്ധി തിരിയൂല, വല്ലാത്ത ഓർമ്മയാവും. എല്ലാ കാര്യങ്ങൾക്കും വല്ലാത്ത ഓർമ്മയാണ്. അവരുടെ ബുദ്ധി അല്ലാഹു തിരിച്ചു കളയൂല, അവരുടെ ഓർമ്മ അല്ലാഹു തിരിച്ചു കളയൂല. എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥയുണ്ടോ? ആ അവസ്ഥയിൽ നിന്നുള്ള മോചനം അല്ലാഹു കൊടുക്കുമെന്ന് ഹദീസിൽ കാണോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖുർആൻ പാരായണം ചെയ്തോ. അല്ലാഹുവേ, റമദാനിന്റെ ആദ്യത്തെ 10 ദിവസം അല്ലാഹു തന്നിരിക്കുന്നത് സ്വർഗ്ഗം ചോദിക്കാനല്ല, നരകമോചനം ചോദിക്കാനല്ലോ, സമ്പത്ത് ചോദിക്കാനല്ല. എന്തിനാണ് അല്ലാഹു 10 ദിവസം തന്നതെന്നറിയോ? അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹ് ഞങ്ങളോട് കരുണ കാണിക്കണേ, അല്ലാഹ് ഞങ്ങളോട് കരുണ കാണിക്കണേ, അല്ലാഹ്. കരുണ ചോദിക്കാറ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിക്കാറ്, അല്ലാഹുവിന്റെ ഔദാര്യം ചോദിക്കാറ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും 10 ദിവസം തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ അല്ലാഹുവിന്റെ റഹ്മത്ത്, എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അല്ലാഹുവിന്റെ കരുണയില്ലാതെ നബിതങ്ങൾ പറഞ്ഞല്ലോ, 5 സമയങ്ങളില് അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാനും നിങ്ങളും എത്ര വലിയ കൊലകൊമ്പന്മാരാണെങ്കിലും 5 സമയങ്ങളിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്നാമത്തെ സ്ഥലമേതെന്നറിയോ? ഒന്നാമത്തെ സ്ഥലമേതെന്നറിയോ? നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. 70 മുതൽ 70,000 വരുന്ന ഒരു സൗരഭമായി അതാ ആകാശത്ത് നിന്ന് അസ്റായിൽ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. فبصرك اليوم حديد. അല്ലാഹുവേ, പടച്ചവൻ നമ്മുടെ കണ്ണങ്ങ് തുറന്നു തരികയാ, ഇങ്ങനെ കാണുകയാ. എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുകയാണ്. ആ റൂഹ് പിടിച്ച
സ്വർഗമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിലും ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണല്ലോ. അതുകൊണ്ടാണ് മരണസമയത്ത് അടുത്ത് വന്ന് പലരും പറഞ്ഞു തരുന്നത്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ആര് പറഞ്ഞു തന്നാലും പറയാം, നിന്റെ നാവ് പൊങ്ങണോ. അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതും പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങണമെങ്കിൽ തഴമ്പം കൊണ്ട് കാര്യമുണ്ടെന്ന് ചിന്തിക്കേണ്ട ബാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകം മുഴുവനും പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. നിങ്ങൾ കരയുന്ന കരച്ചിലിന്റെ ശബ്ദം കേട്ടു ആയിഷ റളിയല്ലാഹു തആല എഴുന്നേറ്റ് ചെല്ലുകയാണ്. എന്തേ നബി നിങ്ങൾ കരയുന്നത്? എന്തേ നബി നിങ്ങൾ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്ത ദുആ എന്തെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, നബിയേ അങ്ങേക്ക് ഉറപ്പില്ലേ നബിയേ? അങ്ങേക്ക് ഉറപ്പില്ലേ നബിയേ? ആയിഷ, അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ അത് ലഭിക്കില്ല ആയിഷ. മരണസമയത്ത് ശഹാദത്ത് കലിമ പറയാൻ ഒരാളുടെ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അത് കഴിയില്ല വാപ്പാ. ഇനി രണ്ടാമത്തെ രംഗമേതെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എല്ലാവരും പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആറടിമാനെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ആ കുടിക്കകത്ത് എല്ലാവരും നിന്നെ ഇറക്കി വെച്ചിട്ട് പലക നിരത്തിയിട്ട് മണ്ണ് വാരി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും മടങ്ങി പോകുന്ന ഖബറുണ്ടല്ലോ. അല്ലാഹുവേ, ആ ഖബറിന്റെ അദാബുണ്ടല്ലോ, ആ ഖബറിന്റെ അദാബുണ്ടല്ലോ. ആ ഖബറിന്റെ അദാബിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല ആയിഷ. ഖബറിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, ആ ഖബറിന്റെ അദാബുണ്ടല്ലോ, ഖബറിന്റെ അദാബുണ്ടല്ലോ, അതിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരാ, മൂന്നാമത്തെ സമയമേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് പറയുകയാ, പടച്ചവൻ നമ്മളെ പിടിച്ചു നിർത്തുന്ന രംഗമുണ്ടല്ലോ. നമ്മുടെ വിചാരണയ്ക്ക് വേണ്ടി, അല്ലാഹു നമ്മുടെ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തുന്ന സമയമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അഹമ്മദിന് എഴുതിയ കിതാബുണ്ടല്ലോ, സിറാജിന്റെ വലതോളിലും ഇടതുതോളിലും ഓരോ മലക്കുകളിരിക്കുന്നുണ്ട്. അവരെല്ലാം എഴുതി വെക്കുന്നുണ്ട്, അവരെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ഈ നന്മയും തിന്മയും എഴുതിയ കിതാബ് നാളെ വലങ്കയിൽ അല്ലാഹു കൊടുക്കുന്ന ഒരു രംഗമുണ്ടോ. ചിലരുടെ വലത് കൈയിലാണ് അല്ലാഹു കൊടുക്കുന്നത്, ചിലരുടെ നെഞ്ചിലൂടെ കൈ കുത്തിയിറക്കി പുറം ഭാഗത്ത് വെച്ചാണ് ചിലരുടെ ഇടത് കൈയിലാണ് അല്ലാഹു ഗ്രന്ഥം കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യര് നന്മതിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല ചെറുപ്പക്കാരാ.
നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു വലിച്ചു കെട്ടിയിരിക്കുന്ന പാലമാണ് സിറാത്ത്. അത് വല്ലാത്ത നീളമാമോരേ, ഇട്ടാണ് മോനെ. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയാ, വല്ലാത്ത വഴുവഴുപ്പാ. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിട്ടിരിക്കുന്ന സിറാത്തിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യന് നടക്കണോ, അവന്റെ കാലത്തിൽ ഉറപ്പിച്ച് നിർത്തണോ? പടച്ചറപ്പിന്റെ കരുണ കൊണ്ടല്ലാതെ അത് കഴിയില്ല മുസ്ലിമേ. അവസാനം നിബിധങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്ന. നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമല്ലേ, സ്വർഗമല്ലേ? പോകണ്ടേ ഉമ്മ, പോകണ്ടേ ചെറുപ്പക്കാരാ? സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ കരുണയുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും തഴമ്പുണ്ടെങ്കിലും നീ എത്ര വലിയ തങ്ങളാണെങ്കിലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹ് തന്നെ വിചാരിക്കണമെന്ന് നബിയിന റസൂലുള്ളാഹി. എത്രയോ പേര് സഹോദര താടിയും തഴമ്പുള്ളവരെ ആത്മഹത്യ ചെയ്തില്ലേ? അള്ളാന്റെ ഖുർആൻ പഠിച്ചവരെ ആത്മഹത്യ തൂങ്ങിച്ചത്ത് കളഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നലെയും കാസർഗോഡ് അങ്ങാണ്ട് ഇന്ന് രാവിലെ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. മുസ്ലിം ഉമ്മത്ത് വല്ലാതെ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ട് പണ്ഡിതന്മാര് ചെയ്തില്ലേ? എത്രയോ പേര്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറയാൻ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആപ്പാ തങ്ങളെ ഹാലിയാരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരൊറ്റ നിമിഷം തലതിരിഞ്ഞു പോയാൽ മതിയല്ലോ. അവസാന സമയത്ത് നമ്മുടെ മനസ്സൊരു നിമിഷം ആരും തൂങ്ങിച്ചാവണം, ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പ് ചെയ്യുന്നല്ല. ജീവിതത്തിൽ ചില സമയം വരുമ്പോൾ പിടിച്ചിരിക്കാൻ പറ്റാതെ ചെയ്തു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നബിതങ്ങൾ ദുആ ചെയ്തു. നീ ഇങ്ങനെ ഉറപ്പിച്ചടക്ക. അള്ളാന്റെ റസൂല് പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്റെ അവസാനം നന്നാക്കി തരണേ അള്ളാഹ്, എന്റെ ഈമാൻ നീ ദീനിൽ തന്നെ നിലനിർത്തി തരണേ അള്ളാഹ്. നബിതങ്ങൾക്ക് ഉറപ്പില്ല, എനിക്ക് നിങ്ങൾക്ക് ഉറപ്പാ. ഖബറിനകത്ത് ഏതു മയ്യത്ത് കൊണ്ടുവച്ചാലും ഖബറിന്റെ അദാബ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം വേണം. നാളെ നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കയ്യിൽ കിട്ടണമെങ്കിൽ അപ്പോഴും അള്ളാഹിന്റെ കരുണ വേണം. ഈ സിറാത്ത് കടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ വേണം. സ്വർഗത്തിൽ കയറണമെങ്കിലും എല്ലാരും വിചാരിക്കുന്നത് സിറാത്ത് കടന്ന സ്വർഗത്തിൽ പോകുന്ന അല്ല. സിറാത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു സ്ഥലമുണ്ട്. സ്വർഗത്തിന്റെയും സിറാത്തിന്റെയും ഇടയിൽ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ സ്വർഗം കാണാം, ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നരകവും കാണാം. ആറാഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ കൊണ്ടേ നമുക്ക് കഴിയൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആ കരുണ ചോദിക്കാൻ അള്ളാഹു തന്നത് 10 ദിവസം. 3 നോമ്പ് കഴിഞ്ഞു. 3 നോമ്പ് കഴിഞ്ഞു. 4ാമത്തെ നോമ്പിന്റെ നിയ്യത്തും വെച്ചുകൊണ്ട് ഞാനും നിങ്ങൾ ഇരിക്കുകയാ. സഹോദര, കിട്ടിയ സമയം പാഴാക്കി കളയാതെ എന്ത് ചെയ്തിട്ടാണോ അള്ളാഹുവിന്റെ കരുണ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ആ കാര്യം ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ 12 മണിയായോ? ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു. 12:15 കറക്റ്റ് ടൈമിലല്ലേ? 12:15 നിർത്താമെന്ന് പറഞ്ഞു. കറക്റ്റ് 12:15. അൽഹംദുലില്ലാഹ്. ഇതുപോലെ അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ടോ. ഖുർആൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാന്റെ കലാമ. ഖുർആൻ അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും. അള്ളാഹു ഒരു പ്രത്യേക പരിഗണന നമുക്ക് നൽകും ഖുർആനുമായി ബന്ധപ്പെട്ടാൽ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് റമളാൻ മാസമാ എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഖുർആൻ ഓതൂലേ? ഖുർആൻ ഓതൂലേ? ഒരു ഖത്തമെങ്കിലും ഓതൂലേ? ഒരു ഖത്തമെങ്കിലും ഒന്ന് പറയടോ. ഒരു ഖത്തം ഓതൂലേ? ഒന്ന് നല്ലൊരു ഇൻഷാല്ലാഹ് പറഞ്ഞു ഒരു ഖത്തം ഓതുന്നൊക്കെ ഇൻഷാല്ലാഹ്. സഹോദരിമാരൊക്കെ നിയത്തി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പതിവിൽ അറിയൂ. ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പതിവിൽ അറിയൂ. ഇവിടെ ഖുർആനിലെ ഒരായത്ത് ഓതുന്ന മനുഷ്യൻ എല്ലാ ദിവസവും ഖുർആനിലെ ഒരായത്ത് ഏതെങ്കിലും മനുഷ്യൻ പാരായണം ചെയ്താൽ അവൻ സ്വർഗം അവൻ ഉറപ്പാണ്, നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
ഖുർആനിലെ ഒരായത്ത് ഓതിയവന് സ്വർഗം നിർബന്ധം. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അവന് സ്വർഗം ഉറപ്പാണ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ ആയത്ത് ഓതിയേ കിട്ടും. അപ്പ ഖുർആനിലെ ഒരായത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവന് സ്വർഗമുണ്ട്. അപ്പൊ ഖുർആൻ മുഴുവൻ ഓതിയാലോ? അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരായത്ത് ഞാൻ പറഞ്ഞു തരട്ടെ, ഓതുവോ? ഒരായത്ത് ഞാൻ പറഞ്ഞു തരട്ടെ, ഓതുവോ? എഴുന്നേറ്റ് ഇത്തിരി കൂടെ അടുത്തിരുന്ന് ഇത്തിരി കൂടെ അടുത്ത് ചെയ്യട്ടെ. ഇത്തിരി കൂടെ അടുത്തിരുന്ന് പ്രസംഗം നിർത്തി ഓടി വലിക്കല്ലേ. കസേര എടുത്തിന്റെ അടുത്തേക്ക് മനുഷ്യ. കൊറോണ ഒന്നുമില്ല, ചെറിയ ചുമയാ. അത് വന്നെന്ന് പറഞ്ഞ് മരിച്ചൊന്നും പോയില്ല. എല്ലാവരും അടുത്തിരിക്കും. നല്ല ശ്വാസം മുട്ടുന്നത് അതുകൊണ്ടാണ്. അടുത്തിരിക്കും. എന്തപ്പോ അകന്നിക്കണേ? ചന്ദനം ചാരിയ ചന്ദനം മുടക്കണ. ചിലപ്പോ ഈ അടുത്തിരുന്നതിന്റെ പേര് രക്ഷപ്പെട്ടാലോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. ശബ്ദമെടുത്ത് സംസാരിച്ചപ്പോൾ ശ്വാസം വലിക്കുമ്പോൾ ചെറിയൊരു പ്രയാസം. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ചിലരൊക്കെ ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നമുക്കതിന് അറിയില്ലടോ. ജീവിതത്തിൽ അത് വരുമ്പോഴറിയില്ല. അത് ജീവിതത്തിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ. അല്ലാഹു നമ്മളെയൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഓതൂല്ലേ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറയടോ. എന്താ പതിപോലെ? എന്താ ഈ ആയത്തൊതി എന്ത് കിട്ടും? ഞാൻ ചുമ്മാതെ പറയുന്നില്ല, ഞാൻ തെളിവ് പറഞ്ഞു തരാം. ഈ ആയത്തൊതി എന്ത് കിട്ടും? എന്ത് കിട്ടും? ഉറക്കെ പറ. സ്വർഗം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഓതുവോ? ഇവിടുന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ, അപ്പുറത്തൊന്നും കേൾക്കണില്ല. അതുകൊണ്ട് വീണ്ടും ചോദിക്കണം, ഓതുവോ? ഒന്ന് കൈപൊക്കിക്കോ, ഓതാന്നുള്ളത്. എന്തായാലും ഒരു സൂറത്തൊന്നും അല്ലല്ലോ, ഒരായത്തല്ലേ. അല്ലാഹുവേ, ഈ കൈ ഉയർത്തിയവൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ പൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണം. അല്ലാഹ് നല്ല മരണം കൊടുക്കണം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് കടവൊക്കെ തീർത്ത് തൗബ ചെയ്ത് മരിക്കുന്നവർ പെടുത്തണേ റഹ്മാനെ. ആ കൈ പൊക്കാത്തവനെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ആമീൻ പറയണം. കൈ പൊക്കാത്തവനെ ഞാൻ എന്ത് പറയാനാ? ഒന്നുകൂടെ പൊക്കിക്കോ. ഇതാദ്യം പൊക്കിക്കൊണ്ടായിരുന്നോ? ചെര വാപ്പ പറഞ്ഞ മോനെ അധികം എടുത്തിട്ട് പാടാ. അവൻ കേട്ട പരിചയം പോയിട്ട് എങ്ങനെ ഇരിക്കും? വാപ്പ ഇത്തിരി കൂടെ ശബ്ദം കൂട്ടിയിട്ട് പറയണ്ട, അധികം എടുത്തിട്ട് പാടാ. തലയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് പോയി എടുത്തിട്ട് പാടാന്ന് പറഞ്ഞ ഓടിപ്പോ എടുത്തുകൊണ്ട് വരും. ചിലരങ്ങനെ ഒന്ന് കിട്ടിയാലേ നന്നാകത്തുള്ളൂ. അല്ലാഹു നന്നാക്കുമാറാകട്ടെ. കിട്ടിയിട്ട് നന്നാകാത്തതിനെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകൊണ്ടില്ല. അല്ലാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. നബി ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല മഹാനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്ത് ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തിലാണ്. ഏത് സൂറത്തിൽ ആയത്താണ്? ആയത്തിൽ ഒന്ന് ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എല്ലാവർക്കും ആയത്തുൽ കുർസി ഓതാൻ അറിയില്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ വേറെ മറയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആകെ സ്വർഗത്തിന്റെയും നമ്മളുടെയും ഇടയിലുള്ള ഒരേ ഒരു മറ ഏതാണ്? മരണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ഉറക്കെ ഒരു ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലർക്ക് ചിന്തിക്കും, പടച്ചവനെ അപ്പൊ ഇനി നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്ത് ഓതിയാൽ തന്നെ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഓതേണ്ടത് എപ്പോഴാണ്? 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായി ഇരുന്നിട്ട് ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോഴാ ഓതണ്ടേ? നിസ്കാരപ്പായി ഇരുന്നിട്ട് വേണം പാരായണം ചെയ്യാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്,
ഒരായത്തിന്റെ പ്രതിഫലം സ്വർഗമാണ്. അപ്പൊ ഖുർആൻ മുഴുവൻ ഓതിയാലോ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഖുർആൻ ഓത്, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക. എപ്പോഴും ഖുർആനുമായിട്ട് ബന്ധമുണ്ടാകും. ഖുർആൻ പഠിക്കുന്നവരെ ബഹുമാനിക്കുക, ആദരിക്കുക. മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന മക്കളല്ലേ, ആ മക്കളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മുതഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരല്ല. എപ്പോഴും നമ്മൾ ബഹുമാനത്തോടു കൂടി വേണം മുതഅല്ലിമീങ്ങളെ കാണാൻ. എടാ വാടാ പോടാന്ന് വിളിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുതഅല്ലിമീങ്ങളെ എടാ വാടാ, ഖുർആൻ പഠിച്ചവനെ എടാന്ന് വിളിക്കരുതെന്നാണ്. ഏത് കുട്ടിയെയും എടാ വാടാ പോടാന്ന് വിളിക്കാം, പക്ഷെ ഖുർആൻ പഠിച്ചവൻ എന്ത് വിളിക്കാൻ പാടില്ല? എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്ന VIP അവനെ ബഹുമാനിക്കണം. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ നാടിന്റെ വെളിച്ചമായി 300ഓളം വരുന്ന വിദ്യാർത്ഥികൾ, എനിക്ക് തങ്ങളാണെന്ന് തോന്നുന്നു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു 9.5 ലക്ഷം രൂപ ഒരു മാസം വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെയോ ഫീസും എന്തോ ഒക്കെ കിട്ടും തന്നെ 1-2 ലക്ഷം രൂപ, ബാക്കിയോളം വരുന്ന പൈസ 7 ലക്ഷം രൂപയോളം പിന്നിങ്ങനെ പല രീതിയിലും കിട്ടുന്നിടത്തുനിന്ന് കൊടുത്തിട്ടാണ് അൽഹംദുലില്ലാഹ് പലരും സഹായിച്ചാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, നമ്മുടെ മക്കളെയാക്കാൻ പറ്റിയില്ല, പക്ഷെ അല്ലാഹു നമുക്ക് തരുന്നൊരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ നമുക്ക് നമ്മുടെ നിന്ന് പറയാൻ അതല്ലേ ഉള്ളൂ. നമ്മൾ എത്രയോ ഇരിക്കുന്ന എത്രയോ പേരുടെ ആഗ്രഹം തന്നെ, എന്റെ ആഗ്രഹം എന്റെ മക്കളെ ഹാഫിളാക്കണമെന്നാണ്. എന്റെയൊക്കെ ആഗ്രഹമാണ്, വലിയ പ്രതീക്ഷ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യും. എന്തുകൊണ്ട്? വലിയ പ്രതിഫലമാണ് ഹാഫിളിന്. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അർഹതയുണ്ടെന്ന്. അതാണ് ഹാഫിളിന്റെ പ്രത്യേകത. മണ്ണ് തിന്നൂല, അവന്റെ മയ്യത്ത് മണ്ണ് തിന്നൂല. വലിയ പ്രതിഫലമാണ് ഒരു ഹാഫിള്. നിങ്ങളുടെ നാട്ടിൽ എത്രയോ ഹാഫിളിന്റെ മഹത്വം മാത്രമല്ല, ഖുർആനിന്റെ അർത്ഥമാണ് മക്കളും മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നത്. ആലിമീങ്ങൾ വലിയ പ്രതിഫലമുള്ള ആ മക്കളുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ? ആ കുട്ടികൾ ചുമ്മാതെ വന്ന് പള്ളിപ്പറമ്പിൽ ഇറങ്ങിപ്പോയാൽ മതി. ഓരോ വർഷവും ഇതുപോലെ കൂടിയിട്ട് നിങ്ങളോട് പറയുമല്ലോ, നിങ്ങൾ ഈ മക്കളെ ഒന്ന് ഏറ്റെടുക്കുക. ഖുർആൻ പഠിക്കുന്ന മക്കളല്ലേ, കിതാബ് പഠിക്കുന്ന മക്കളല്ലേ, ആ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കുക. ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. നിങ്ങളോട് എന്തുകൊണ്ടാ പറയുന്നത്? എന്താ അതിന്റെ പ്രയോജനം? എന്താ സഹോദര? നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപ വെറുതെ കളയുന്നു. ഒരു നോമ്പ് തുറ വെച്ചിട്ട് എത്ര ലക്ഷങ്ങൾ, എത്ര പൈസയാണ് നമ്മൾ കളയുന്നത്. ഇപ്പൊ നോമ്പ് തുറക്കി വിളിച്ചാൽ ഞാൻ പോകാറുണ്ട്, പേടിയ. കാരണം എന്തേ? ഓരോ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകുമ്പോ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇടുന്നതിന്റെ പ്രതികാരം ചെയ്യുന്നത് പോലാണോ തിന്നുന്നത്. പണ്ട് റമദാൻ മാസം വരുമ്പോ തടി കുറയും, ഇപ്പൊ റമദാൻ കഴിയുമ്പോ 2 കിലോ കൂടുകയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ട് റമദാൻ വരുമ്പോ മനുഷ്യന്റെ തടി കുറയും. എന്റെ റബ്ബേ, എന്നാ തീറ്റയെന്നറിയും. നോമ്പ് മുറിച്ച അങ്ങോട്ട് തുടങ്ങും റബ്ബേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പൈസയാണ് നമ്മൾ കളയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളെ ഒന്ന് ഏറ്റെടുത്തോട്ടെ നിങ്ങൾക്ക്. എന്റെ സഹോദരിമാരെ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഇപ്പം നിന്റെ ശരീരത്തിൽ എത്ര ലക്ഷം കിടപ്പുണ്ട്. നീ എന്താ ചിന്തിക്കാത്ത? നിന്നെ 3, 4, 5 പ്രസവിച്ചവളല്ലേ ഉമ്മ. ഒരെണ്ണത്തിന് നിനക്ക് ആലിമാക്കാനോ ഹാഫിളാക്കാനോ കഴിഞ്ഞില്ലല്ലോ. എന്ത് നിനക്ക്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എത്ര വലിയ പ്രതിഫലമാണ് സഹോദരങ്ങൾ. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് തരുന്നൊരു അവസരം. നിങ്ങൾക്ക് എത്ര വലിയ ഭാഗ്യവാന്മാർ. ഓരോ നാടുകളിൽ ഒരു ദറസ് പോലും ഇല്ലടോ, ഒരു ദറസില്ല, ഒരു സ്ഥാപനമില്ല. ഉള്ള എവിടെങ്കിലും കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് ഒരു സ്ഥാപനത്തിൽ ഒരു ദുആയ്ക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. അപ്പൊ അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തല്ലേ, നിങ്ങളുടെ നാടിന്റെ വെളിച്ചമല്ലേ ഈ സ്ഥാപനം. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ മക്കളെ നിങ്ങൾ സ്വന്തം മക്കളെ പോലെ തെരഞ്ഞെടുക്കുക. എന്റെ മോനാണെന്ന് പറഞ്ഞ് നിങ്ങൾ തെരഞ്ഞെടുക്കുക. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? പടച്ചോ, ഞങ്ങൾ ഇരിക്കണ ഉസ്താദന്മാര് ഞങ്ങളെല്ലാവരും എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയും, പടച്ചോനെ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ. ആരാന്ന് പോലും നമുക്കറിയില്ല. നമുക്കൊന്ന് ഭക്ഷണം തന്നത് ആരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവര് ചിലരൊക്കെ പണ്ടത്തെ, ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഉംറയ്ക്ക് പോയപ്പോ, ഞാൻ പണ്ട് ഭക്ഷണം കഴിച്ച വീട്ടിലെ അവിടുത്തെ ഉപ്പായും ഉമ്മായും എന്റെ കൂടെ ഉംറയ്ക്ക് ഉണ്ടായിരുന്നു. സത്യത്തിൽ അവർക്ക് 2 പെണ്ണും 1 ആണും 3 മക്കളെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു 4 മക്കളുണ്ടെന്ന്. എല്ലാവരോടും പറയും 4 മക്കളുണ്ടെന്ന്. സത്യത്തിൽ അവർക്ക് 2 പെണ്ണും 1 ആണേ ഉള്ളൂ. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 3 മക്കളല്ലേ ഉള്ളു, 4 മക്കളുണ്ട്, 4 മക്കളുണ്ടെന്ന് പറയുന്നു. 2 പെണ്ണും 2 ആണും ഉണ്ടെന്ന് പറയുന്നത്. സത്യത്തിൽ 2 പെണ്ണും 1 ആണും ഉള്ളവർക്ക്. ഞാൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് 4 മക്കളുണ്ടെന്ന് പറയുന്നല്ലോ,
അപ്പൊ ഒരു മോൻ എന്തേന്ന് ചോദിച്ചു. എടാ ഒരു മോൻ നീ അല്ലേടാ സഹായിച്ചത്. എന്റെ ചുമലിൽ കൈവച്ചിട്ട് ആ ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ മോനല്ലേ നീ, എന്റെ ഒരു മോനല്ലേ നീ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ സ്നേഹത്തോടെ നമുക്ക് ഭക്ഷണം തന്ന ഒരുപാട് പേരുണ്ട്. എപ്പോഴും ഞങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നതും ഞങ്ങളെ സഹായിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഈ മുതഅല്ലിമീങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മരിക്കണ കാലം വരെ ദുആ ചെയ്യും. അവരുടെ ആ ഒരു ദുആ മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അവരെ സ്നേഹിച്ച, അവരെ നമ്മുടെ മക്കളെ പോലെ നമ്മൾ ഏറ്റെടുത്ത, നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഇന്ന് കുട്ടികൾ നോക്കിയ മൊബൈലും കുത്തി നടക്കാൻ പറഞ്ഞനുസരിക്കൂല. ഇങ്ങനെ നടക്കുന്ന മക്കളുടെ ഇടയിൽ ഈ ഖുർആനും ഹദീസും പഠിച്ച് നടക്കുന്ന ഈ മക്കൾ, അവരുടെ വസ്ത്രം പോലും നോക്കണം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രം എന്തൊരു ഭംഗിയാ കാണാൻ, എന്തൊരു രസമാണ് ആ മക്കളെ കാണാൻ. മോനെ ഒന്ന് ദുആ ചെയ്യടാ എന്ന് പറയാൻ നമ്മളൊക്കെ ഓടിച്ചില്ലാറില്ല. ആ മകനെ ഒന്ന് സ്നേഹിച്ചാൽ, അവനെ ഒരു മകനെ പോലെ തിരിച്ചെടുത്താൽ, നമുക്കൊന്ന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ പ്രതിഫലെന്താ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമല്ലോ. മകൻ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ വാപ്പാടെ നന്മ എടുത്ത് എനിക്കതാ അല്ലാഹ്, എന്റെ ഉപ്പച്ചിയുടെ നന്മ എടുത്ത് എനിക്കതാ. എന്റെ തെറ്റ് മുഴുവനും ഉപ്പാടെ തലയിൽ കെട്ടി വെച്ചിട്ട് ഉപ്പാനെ നരകത്തിലെറിഞ്ഞു, എനിക്ക് സ്വർഗം വേണം പടച്ചവനെ. ഇങ്ങനെ നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം നമുക്ക് വരും. പെങ്ങളെ, നിന്റെ സ്വന്തം മകള് അള്ളാനോട് പറയും, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് മരത്തി കടത്തി താ, ഞാൻ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം വരും. അന്ന് നിന്നെ നോക്കാൻ നിന്റെ ഭർത്താവ് ഉണ്ടാകില്ല, നിന്റെ മക്കൾ ഉണ്ടാകില്ല, നിന്റെ കൂടപ്പുറപ്പ് ഉണ്ടാകില്ല, നിന്റെ മാതാപിതാക്കൾ ഉണ്ടാകില്ല, ഒരു മഖ്ലൂഖ് നിന്നെ സഹായിക്കാൻ ഉണ്ടാകില്ല. ഞാനും നിങ്ങളും യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. ആരും സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ സങ്കടത്തോടെ ഞാനും നിങ്ങളും തലതാഴ്ത്തി നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് പറയണം, ഉപ്പാ നിങ്ങൾ എന്തിനാ കരയണേ, ഞാൻ കൊണ്ടുപോകാൻ സ്വർഗത്തില്, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ സ്വർഗത്തില്. ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ? ഉമ്മ നിങ്ങൾക്ക് സ്വർഗം പോരെ, ഞാൻ വാങ്ങിത്തരാം. നീ ആരാടാ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ? നീ ഏത് വീട്ടിലെയാ, നീ ഏത് കുടുംബത്തിലെയാ? ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താ? ആ സമയത്ത് ആ പൊന്നുമോൻ പറയും, നിങ്ങളുടെ നാട്ടിൽ ഞാൻ ഇൽമു പഠിക്കുന്ന സമയത്ത് പ്രസംഗിക്കാൻ വന്ന ഉസ്താദ് ഒരു കുട്ടി ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ സ്വന്തം മോനെ പോലെ എന്നെ ഏറ്റെടുത്തില്ലേ ഉമ്മ? നിങ്ങൾ എന്നെ സ്വന്തം മകനെ പോലെ, നിങ്ങൾക്ക് ജനിച്ചില്ലെങ്കിലും ഒരു വളർത്തു മകനായിട്ടെങ്കിലും എന്നെ നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഓരോ മാസവും എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നില്ലേ ഉപ്പ? നിങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ കൊണ്ടുപോകാനാ? ഈ സ്ഥാപനത്തിൽ 300 മക്കൾ പഠിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ കാണും ഉപ്പ എന്റെ കൈ പിടിക്കാൻ, നിനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിനക്ക് സ്വർഗം വാങ്ങിത്തരാൻ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി കാണും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ഞാൻ ഈ വയ്യാത്ത അവസ്ഥയിലും ഇവിടെ വരെ വന്നിട്ട് ഞാനും ദുആ പ്രതീക്ഷിച്ചാ വന്നേ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ആളെ നിർത്തിയിട്ടില്ല. പക്ഷെ അല്ലാഹു നിങ്ങളിൽ ആരെയോ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഉസ്താദ്, ഈ പഠിക്കുന്ന കുട്ടികളിൽ ഒരാളെ എനിക്ക് വേണം ഉസ്താദ്. ഓരോ മാസവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് 30,000 രൂപയാണ് ഒരു വർഷം. ഒരു മുതഅല്ലിമിന്റെ ഭക്ഷണത്തിന്റെ ചെലവ്, ആ പൊന്നുമകന്റെ ചെലവ് 30,000 രൂപയാണ്. ഇത് ഒരു വർഷത്തിൽ കൊടുത്താൽ മതി. അടുത്ത റമദാൻ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈ റമദാനിന്റെ ഇടയിൽ കിട്ടുന്നതിനനുസരിച്ച് അൽഹംദുലില്ലാഹ് അല്പം കൊണ്ടുപോയിട്ട് ഇൻഷാ അല്ലാഹ് ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്താൽ അൽഹംദുലില്ലാഹ് ആ മകൻ മതി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ. ആ പൊന്നുമകന്റെ ദുആ മതി, അവൻ കൊണ്ടുപോകും. പെങ്ങളെ, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന 2 ഗ്രാം സ്വർണത്തിന്റെ പൈസയെ ഞാൻ ചോദിച്ചുള്ളൂ. നീ ഇന്ന് രാത്രി മരിച്ചുപോയാൽ നിന്റെ മക്കളുടെ സ്വർണം മുഴുവൻ ഊരിയെടുത്തോണ്ട് പോകും.